മക്കളെ, അപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവരും നെക്സ്റ്റ് ഒരു ക്ലാസ്സിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ പുതിയൊരു അധ്യയന വർഷമൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട മിസ് തുടങ്ങാറൊന്നും ആയിട്ടില്ലല്ലോ, ഇപ്പോൾ ഞങ്ങൾ വെക്കേഷൻ ടൈമിലല്ലേ. പക്ഷേ എന്തായാലും നിങ്ങളെല്ലാവരും ഇനി എന്താണ്, ഇപ്പോൾ പഠിച്ച ക്ലാസ്സിലല്ലോ മറ്റൊരു ക്ലാസ്സിലേക്കാണ് പോകാൻ വേണ്ടി പോകുന്നത് അല്ലേ. ഒരു പടിക്ക് കൂടി മുകളിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, നമ്മൾക്ക് കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ അതിന് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വരുത്തിയിട്ടുള്ള മിസ്റ്റേക്കുകളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതൊക്കെ തിരുത്തി നമ്മൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വർഷം വിചാരിക്കുമ്പോൾ അയ്യോ ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നല്ലോ, അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റിലൊക്കെ ആയിരിക്കും നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുക ഞാൻ ഈ മിസ്റ്റേക്ക് വരുത്തിയതുകൊണ്ടാണ് എനിക്ക് ഇത്രയും മാർക്ക് കുറഞ്ഞു പോയത്. അടുത്ത വർഷം നമ്മൾ ആ ഒരു മിസ്റ്റേക്ക് വരുത്താതിരുന്ന് കഴിഞ്ഞാൽ എൻ്റെ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇപ്പോൾ ഉള്ളതിനേക്കാളും ഏറ്റവും അടിപൊളിയായിട്ട് മാർക്സൊക്കെ സ്കോർ ചെയ്യാനും നല്ല രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാനൊക്കെ വേണ്ടി പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സാണ് മിസ് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇത്ര നേരത്തെ നിങ്ങൾക്ക് വന്ന് പറഞ്ഞു തരുന്നതിനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയെങ്കിലാണ് എൻ്റെ മക്കൾക്ക് നിങ്ങളുടെ നെക്സ്റ്റ് ഇയർ തുടങ്ങുമ്പോൾ തന്നെ, നെക്സ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്കൂൾ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അതൊക്കെ ചെയ്ത് ഇനി ഈ ഒരു മിസ്റ്റേക്ക് വരുത്താതെ തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുക. അപ്പോൾ എൻ്റെ മക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മിസ് പറയുന്ന സമയത്ത് ഇതൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് നോക്കുക. ഓക്കെ. അപ്പോൾ അതിൽ ഒന്നാമത്തെ മിസ്റ്റേക്കാണ് നെഗ്ലക്റ്റിംഗ് സബ്ജക്റ്റ് അണ്ടർസ്റ്റാൻഡിങ്. അതായത് നമ്മളിപ്പോൾ ചില സമയത്ത് നമ്മൾ പഠിക്കുമ്പോൾ പല മക്കളും ചോദിക്കാറുണ്ട് മിസ് ഇത് ബൈ ഹാർട്ടാണോ പഠിക്കേണ്ടത്, അല്ലെ നമുക്ക് വളരെ ഈസിയാണ് ബൈ ഹാർട്ട് ചെയ്യാൻ. അപ്പോൾ നമ്മൾ വിചാരിക്കും അതല്ലേ നല്ലത്, നമുക്ക് വേഗം ഓർത്തെടുത്ത് എഴുതാനൊക്കെ പറ്റുമല്ലോ എന്ന്. പക്ഷേ അത് നമുക്ക് വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമേ നമ്മുടെ മനസ്സിലുണ്ടാവുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സാം ടൈമൊക്കെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ആ കാര്യം നമുക്ക് ഓർമ്മയുണ്ടാവും. നമ്മൾ ജസ്റ്റ് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ നിങ്ങൾക്ക് ഓർമ്മിക്കാനും നിങ്ങൾക്ക് എക്സാം എഴുതാനൊക്കെ പറ്റും. നേരെ മറിച്ച് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യുകയാണെങ്കിൽ ആ പഠിച്ച ദിവസവും നെക്സ്റ്റ് ഡേയും ഓർമ്മ ഉണ്ടാവുമായിരിക്കും. പിന്നീട് നിങ്ങളുടെ ഏതെങ്കിലും ഒരു എക്സാം ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ആദ്യം മുതൽ പഠിക്കേണ്ടി വരും, കാരണം ഒന്നും ഓർമ്മയുണ്ടാവില്ല. ഓക്കെ. അപ്പോൾ സബ്ജക്റ്റ് മനസ്സിലാക്കി നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ എന്താ പറ്റുക, എൻ്റെ കുട്ടിക്ക് എപ്പോഴും പുതിയതായിട്ട് പഠിക്കുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടാവും. അങ്ങനെ നമ്മൾ പഠിക്കാതിരുന്ന് കഴിഞ്ഞതുകൊണ്ടാണ് നമുക്ക് പല കാര്യങ്ങളും ഇപ്പോൾ എക്സാം ഹാളിൽ എത്തുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ പഠിച്ചത് അതേപോലെ അല്ലാതെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു വാക്ക് മിസ്സാകുമ്പോൾ തന്നെ ഫുള്ള് നമുക്ക് ബ്ലാങ്കായി പോകും. നമുക്ക് ആ ഒരു ചിലപ്പോൾ ഒരു കണക്റ്റിംഗ് വാക്ക് കിട്ടിയാലേ അത് എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ബൈ ഹാർട്ട് ചെയ്യുന്നതിൻ്റെ ഒക്കെ ഒരു പ്രശ്നമാണത്. നേരെ മറിച്ച് നമ്മൾ കോൺസെപ്റ്റ് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചോദ്യങ്ങളൊക്കെ തിരിച്ചും മറിച്ചും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുട്ടിക്ക് നല്ല രീതിക്ക് എഴുതാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ചിലപ്പോൾ ഒരു വാക്കിന് വേണ്ടിയിട്ടൊന്നും നിങ്ങൾ കാത്തിരിക്കേണ്ടി വരില്ല. അപ്പോൾ ഇനി അടുത്ത വർഷം എൻ്റെ മക്കൾ എന്ത് ചെയ്യാം, നിങ്ങൾ ഏത് ക്ലാസ്സിലായിക്കോട്ടെ എന്താവുമ്പോഴും എന്ത് ചെയ്യുക, കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി പഠിക്കുക. അങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് പല രീതിക്ക് മാർക്ക് പോകും, സമയവും നഷ്ടമാണ്. രണ്ടാമതൊരു മിസ്റ്റേക്കാണ് ഇഗ്നോറിങ് സ്റ്റഡി റിസോഴ്സസ്. അതായത് നമ്മൾ പലപ്പോഴും എന്താ ചെയ്യുക, നമ്മൾ ചിലപ്പോൾ ഒന്നെങ്കിൽ ലാസ്റ്റ് മിനിറ്റിലേക്കൊക്കെ വെച്ചിട്ട് ഒരു യൂട്യൂബ് ക്ലാസ് മാത്രം കണ്ട് പഠിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റും നമുക്ക് ഒത്തിരി റിസോഴ്സുകളുണ്ട്, നമുക്ക് ക്ലാസ്സുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ എക്സാമിനറിൻ്റെ ബാച്ചിലാണെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സുകളുണ്ട്, നമ്മുടെ ബുക്ക് സെറ്റ് ഉണ്ട്, അതുപോലെ വീഡിയോ സൊല്യൂഷൻസ് ഉണ്ട്, നമ്മൾ വീഡിയോസ് കാണിച്ചു തരാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ ചുറ്റും നമ്മുടെ തന്നെ നോട്ട്സ് നിങ്ങൾക്ക് തരാറുണ്ട് അല്ലേ. നിങ്ങളുടെ ചുറ്റും നിങ്ങൾക്ക് ഒത്തിരി റിസോഴ്സുകളുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്, കാര്യങ്ങൾ നല്ല രീതിക്ക് മനസ്സിലാക്കാൻ. പക്ഷേ അതൊന്നും നമ്മൾ ഉപയോഗിക്കാതെ നമ്മളിങ്ങനെ കളിച്ച് ജസ്റ്റ് ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് ആവുമ്പം ഇതൊന്നും ഉപയോഗിക്കാനുള്ള സമയം നമുക്ക് ഉണ്ടാവില്ല. നമ്മൾ നേരെ മറിച്ച് ഇതെല്ലാം തുടക്കത്തിലേ തന്നെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്താ ഭയങ്കര എഫക്റ്റീവായിട്ട് നമുക്ക് പഠിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ പറ്റുമായിരുന്നു. അപ്പോൾ അതിനുള്ള സമയം ഇനി എൻ്റെ മക്കളുടെ നിങ്ങളുടെ കയ്യിലുണ്ടാകും. പക്ഷേ നിങ്ങൾ ലാസ്റ്റ് മിനിറ്റിലേക്ക് വെച്ച് കഴിഞ്ഞാൽ എന്താ പറ്റുക, അതൊന്നും ഉണ്ടാവില്ല. ഓക്കെ. അപ്പോൾ ഈ സ്റ്റഡി റിസോഴ്സും കാര്യങ്ങളൊന്നും ഇഗ്നോർ ചെയ്യാതിരിക്കുക. നിങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റുന്ന സമയത്ത് ഏറ്റവും എഫക്റ്റീവായിട്ട് തന്നെ യൂസ് ചെയ്യാം. ഓക്കെ. ഇനി അടുത്തതാണ് അവോയ്ഡിങ് ക്ലാരിറ്റി ഓഫ് കോൺസെപ്റ്റ്സ്. അതായത് നമ്മൾ വിചാരിക്കും ചില മക്കളാണെങ്കിലും മനസ്സിലാക്കി തന്നെ പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുമെങ്കിലും ചില കോൺസെപ്റ്റുകൾ അങ്ങോട്ട് ക്ലിയർ ആവാതാകുമ്പോൾ അത് മതി, ഇത് പിന്നെ നോക്കാം, അങ്ങനെ ചിന്തിച്ചിട്ടില്ലേ? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കളെ കമൻറ്റ് ചെയ്യാം മിസ് ഞാൻ ഈ ഒരു മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട് എന്നുള്ളത്. അതായത് ഇതിപ്പോൾ മതി, ഇനി അടുത്തത് വേഗം പഠിക്കാം, വെറുതെ എന്തിനാണ് അതിൻ്റെ പിന്നാലെ പോയിട്ട് സമയം കളയുന്നത്, അങ്ങനെ ഒരു തോട്ട് ചിലപ്പോൾ എൻ്റെ കുട്ടികളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും അല്ലേ. ഇനി ഇതിനെന്താണെന്ന് കണ്ടുപിടിച്ച് അതിൻ്റെ കാര്യങ്ങൾ ഒന്നുകൂടി നോക്കി ക്ലാസ് ഒന്നുകൂടി കേട്ട് നോട്ട് ഒന്നുകൂടെ വായിച്ച് കുറേ സമയം പോവില്ലേ അല്ലേ. അപ്പം നമ്മൾ ആ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്താൽ ശരിക്കും നമുക്ക് ആ കോൺസെപ്റ്റും പിന്നീട് അതിനോട് കണക്റ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ നമ്മളത് ചെയ്യാതെ ആകുമ്പം ചിലപ്പം ഈ ടോപ്പിക്കിനോട് കണ്ടിന്യൂഷൻ ആയിരിക്കും അടുത്ത ടോപ്പിക്ക്, അപ്പോൾ അത് മനസ്സിലാവില്ല.
ഓക്കെ. അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് എൻ്റെ മക്കൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് എന്ത് ചെയ്യുക, ഇനി നിങ്ങൾ ഏത് ക്ലാസ്സിലാണെന്നുണ്ടെങ്കിലും ആ ഒരു മിസ്റ്റേക്ക് വരുത്താതിരിക്കുക. ദെൻ അടുത്തതാണ് പ്രോക്രാസ്റ്റിനേഷൻ. അപ്പോൾ നിങ്ങൾ ചോദിക്കണം, മിസ് ഇത് ഞങ്ങൾക്ക് പഠിക്കാനുള്ള വാക്കൊന്നുമല്ല, മിസ് എന്തിനാണ് ഇത്ര വലിയ വാക്കൊക്കെ പറയുന്നത്? ഈ വാക്ക് ചിലപ്പോൾ എൻ്റെ കുട്ടിക്ക് പരിചയം ഉണ്ടാവില്ല, പക്ഷേ എന്താണ് സംഭവം എന്നുള്ളത് നിങ്ങളുടെ ഭൂരിഭാഗം പേര് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു മനസ്സിൽ, അല്ലെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു മുഖത്തൊരു കുഞ്ഞു ചിരിയൊക്കെ വരും. അങ്ങനെ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇനി ചെയ്യൂല എന്നുള്ള കാര്യം കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. അതായത് എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാനാകുമ്പോൾ ഇന്ന് മതി, നാളെ പഠിക്കാം. ചിലപ്പോൾ ഒരു വീഡിയോ ഒക്കെ കണ്ട് ഭയങ്കര മോട്ടിവേറ്റഡ് ആയി ഇന്ന് മുതൽ പഠിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴേക്കും നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ പറയും, എന്തിനാ ഇപ്പോൾ പഠിക്കണം, നിനക്ക് എത്രയോ സമയമുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഇതൊക്കെ ഇപ്പം എന്തിനാ ചെയ്യണേ, എത്രയോ സമയമുണ്ട് അല്ലേ, നാളെ നീളെ ഒരു ഹോംവർക്ക് ചെയ്യുമ്പോഴേക്കും ഒന്ന് വെള്ളിയാഴ്ച അല്ലേ ആയിട്ടുള്ളൂ, ശനി ഞായറും ലീവ് ഉണ്ടല്ലോ, നാളെ ചെയ്യാം. നാളെ വിചാരിക്കും ഒരു ദിവസം കൂടി ഉണ്ടല്ലോ, മറ്റന്നാളെ ചെയ്യാം. എക്സാമിന് പഠിക്കുമ്പോഴാണെങ്കിൽ എപ്പോഴും ഇങ്ങനെയാണ് വരിക അല്ലേ, ഒരു മാസം ഉണ്ടല്ലോ, 2 ആഴ്ച ഉണ്ടല്ലോ, 3 ആഴ്ച ഉണ്ടല്ലോ അല്ലേ, 2 ദിവസം ഉണ്ടല്ലോ, ലാസ്റ്റ് മിനിറ്റ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. നീട്ടി വെക്കുക. നമ്മൾ ഇന്ന് ചെയ്യേണ്ട കാര്യം നാളെ ചെയ്യാം, മറ്റന്നാളെ ചെയ്യാം, അതിൻ്റെ അടുത്ത ദിവസം ചെയ്യാം, അങ്ങനെ നമ്മൾ നീട്ടി വെക്കുന്നതിനെയാണ് പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയാം. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളെല്ലാവരും വരുത്തിയിട്ടുണ്ടെന്ന് മിസ്സിനെ അറിയാം. ഓക്കെ. പക്ഷേ ഇനി അങ്ങോട്ട് നമ്മളത് വരുത്താതിരിക്കുക. നിങ്ങൾ വലിയ ക്ലാസ്സിലേക്കൊക്കെ പോകുമ്പോഴായാലും എല്ലാ ദിവസവും കുറച്ചെങ്കിലും നിങ്ങൾ പഠിക്കുക. നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും എല്ലാം നമ്മളോട് പറയുക. ആ സമയത്ത് നമുക്ക് എവിടുന്നില്ലാത്ത ഉറക്കം വരും. ഫോണിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതുവരെ കാണാത്ത ഇൻട്രസ്റ്റിംഗ് റീൽസൊക്കെ കാണും. പക്ഷെ എന്നാലും നമ്മൾ ഉറപ്പിക്കുക, ഞാൻ ഇത് പഠിക്കുന്നു. ഓക്കെ. അടുത്തൊരു കാര്യമാണ് നോട്ട് ടേക്കിംഗ് നോട്ട്സ്. അതായത് നമ്മൾ നോട്ട്സ് എഴുതാതിരിക്കുക. ഇത് പല മക്കൾക്കുള്ളൊരു കൺഫ്യൂഷൻ ആയിരിക്കും അല്ലേ, മിസ് ഞങ്ങൾ ശരിക്കും നോട്ട് എഴുതണം. ഇത് ഞാൻ കുറേ കേട്ടിട്ടുണ്ട്, മിസ് നോട്ട് ശരിക്കും എഴുതണം. അപ്പോൾ നമ്മുടെ എക്സാമിനറിൻ്റെ ബാച്ചിലൊക്കെ ആണെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സ് തന്നെ നിങ്ങൾക്ക് നോട്ട്സ് തരാറുണ്ട്. അപ്പോൾ ആ നോട്ട് വെച്ച് പഠിച്ചാൽ മതിയോ? മിസ്സിൻ്റെ ഒരു സജഷൻ, നിങ്ങൾ എപ്പോഴും ഒരു ക്ലാസ് കാണുന്ന സമയത്ത് ഒരു ബുക്ക് നിങ്ങളുടെ അടുത്ത് വെക്കുക. ഓക്കെ. എന്നിട്ട് അത് ടീച്ചർ പറയണത് ഇങ്ങനെ കേട്ട് എഴുതുക. ആ പ്രസൻറ്റേഷനിൽ കാണിക്കുന്ന, ആ സ്ലൈഡിൽ കാണിക്കുന്നത് അങ്ങനെ തന്നെ കോപ്പി ചെയ്ത് എഴുതുക. അതല്ല ചെയ്യേണ്ടത്. നിങ്ങൾ എന്താണോ പഠിക്കുന്നത് അല്ലെങ്കിൽ ടീച്ചർ എന്താണോ പറയുന്നത് അത് ജസ്റ്റ് ഒന്ന് എഴുതുക. ഇപ്പം മിസ് പഠിപ്പിക്കുകയാണ്, ഇപ്പം നമ്മുടെ ഫ്ലവേഴ്സിനെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്, ഫ്ലവേഴ്സ് എന്ന് എഴുതാം. എന്നിട്ട് ഫ്ലവേഴ്സിൻ്റെ പാർട്സ് ഏതൊക്കെയാണ് അത് എഴുതുക. അങ്ങനെ ജസ്റ്റ് ഓരോ വാക്കുകൾ എഴുതി വെച്ചാൽ മതി. പിന്നീട് നിങ്ങളുടെ എക്സാം ടൈമിലായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളിത് റിവിഷനൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് ഭയങ്കര യൂസ്ഫുൾ ആവാൻ പോകുന്ന ഒരു കാര്യമായിരിക്കും നമ്മുടെ ഷോർട്ട് നോട്ട്. ഇത് മാത്രമല്ല, നമ്മളൊരു ക്ലാസ് കാണുമ്പോൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഉറക്കം വരും. നിങ്ങൾക്ക് എല്ലാവർക്കും വന്നിട്ടുണ്ടാവില്ലേ? മിസ്സിനും വന്നിട്ടുണ്ട്. പല വീഡിയോസൊക്കെ ഇങ്ങനെ വെറുതെ കാണുന്ന സമയത്ത് നമുക്ക് ഉറക്കം വരും. ഓക്കെ. നേരെ മറിച്ച് നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ സൈഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് കുറച്ചുകൂടി അടിപൊളിയായിട്ട് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും നമ്മുടെ ബ്രെയിൻ കുറച്ചുകൂടി ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനും സഹായിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, നോട്ട് ഇതുവരെ എഴുതി ശീലിച്ചിട്ടില്ലാത്ത മക്കളാണെങ്കിൽ ആ ശീലം തുടങ്ങും. ദെൻ അടുത്തതാണ് നോട്ട് പ്രാക്ടീസിങ് ക്വസ്റ്റ്യൻസ്. ഇത് എൻ്റെ മക്കൾ ഭൂരിഭാഗം പേരും വരുത്തിയിട്ടുണ്ടാവും അല്ലേ. ക്വസ്റ്റ്യൻസ് എപ്പോഴാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക? ലാസ്റ്റ് ടൈം അല്ലേ. ഒരു മാരത്തൺ ലൈവ് ഒക്കെ വരുമ്പോഴായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻസ്. അപ്പോഴേക്കും അയ്യോ മിസ് ഇതൊന്നും ചെയ്യാൻ കിട്ടുന്നില്ല, ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുക? ആ ഒരു ടെൻഷൻ ഫീൽ ചെയ്തിട്ടില്ലേ? അപ്പോൾ ആ ഒരു ടെൻഷൻ ഫീൽ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ മിസ്റ്റേക്ക് വരുത്തിയിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ആവട്ടെ എന്ന് മിസ് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇനി ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ വരുത്തിയിട്ടുണ്ട്, ഇതുവരെ മിസ് ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും പ്രാക്ടീസ് ചെയ്തിട്ടില്ല, ചാപ്റ്റർ ഇങ്ങനെ പഠിച്ച് പോവുകയാണ് ചെയ്തത്, അങ്ങനെ ആണെങ്കിൽ ഇനി എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? അങ്ങനെ ചെയ്യാതിരിക്കുക. നമ്മളൊരു ചാപ്റ്റർ പഠിക്കുന്നതിൻ്റെ അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഈ ചാപ്റ്റേഴ്സ് എന്തിനാണ് പഠിക്കണേ? നമുക്ക് എക്സാമിന് മാർക്ക് കിട്ടാനല്ലേ. എക്സാമിൽ എന്താ ചോദിക്കുക? ചാപ്റ്റർ ആണോ ചോദിക്കുക? അല്ല, ക്വസ്റ്റ്യൻസ് ആണ് വരിക. അപ്പോൾ എങ്ങനെയാണ് ആ ചോദ്യം ചോദിക്കുക? ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് എങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടത് അതൊക്കെ നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്തൊരു പ്രാക്ടീസ് നമുക്ക് വേണം. ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ഓരോ ചാപ്റ്റർ പഠിച്ച് കഴിയുമ്പോഴൊക്കെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സാംസ് ഒക്കെ നിങ്ങൾക്ക് ഭയങ്കര ഈസിയാവും. ഓക്കെ. ദെൻ ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ് സ്കിപ്പിംഗ് റിവിഷൻ. ഇത് ഭൂരിഭാഗം എന്നല്ല, മിക്കവാറും അധികം ആരും തന്നെ ചെയ്യാറില്ല. കാരണം റിവിഷൻ്റെ ഇമ്പോർട്ടൻസ് ഇപ്പോഴും നമ്മളിൽ പല മക്കൾക്കും അറിയില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളെപ്പോഴും എന്താ കരുതുക, നമ്മളൊരു ചാപ്റ്റർ ഫസ്റ്റ് ചാപ്റ്ററൊക്കെ പഠിച്ചിട്ട് പിന്നെ ഓണപ്പരീക്ഷൻ്റെ സമയത്തായിരിക്കും നമ്മൾ പിന്നെ ആ ചാപ്റ്റർ കാണുന്നത് അല്ലേ. ഇങ്ങനെ എൻ്റെ മക്കൾക്ക് ഫീൽ ആയിട്ടില്ലേ? ഫസ്റ്റ് പഠിച്ച ചാപ്റ്റർ ആയിരിക്കും പിന്നെ ഓണപ്പരീക്ഷ ആകുമ്പോഴായിരിക്കും ആ ചാപ്റ്ററൊക്കെ ആദ്യമായിട്ട് കാണുന്നുണ്ടാവുക. അതായത് നമ്മളൊരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളൊരിക്കും ചാപ്റ്റർ ക്ലോസ് കഴിഞ്ഞു,
പക്ഷെ അങ്ങനെയല്ല. നമ്മളൊരു ചാപ്റ്റർ പഠിച്ച് ഒരു 2-3 ദിവസത്തിന് ശേഷം ആ ചാപ്റ്റർ ഒന്ന് വീണ്ടും നിങ്ങളുടെ ഷോർട്ട് നോട്ട് വെച്ച് റിവൈസ് ചെയ്താൽ മതി. ആ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ഓർത്തെടുത്താൽ മതി. ഒരു 4-5-6 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 2-3 റിവിഷൻ എങ്കിലും നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ചാപ്റ്റർ ജന്മം മറക്കില്ല. പക്ഷെ ഉറപ്പ് പറയാം, നല്ല രീതിക്ക് കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ റിവിഷനാണ് നിങ്ങൾക്ക് മാർക്സ് കിട്ടാനായിക്കോട്ടെ, നിങ്ങൾക്കൊരു കാര്യം നിങ്ങളുടെ മെമ്മറിയുടെ ഏറ്റവും കീ പോയിൻ്റ് അല്ലെങ്കിൽ കീ ഇമ്പോർട്ടൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റിവിഷനാണ്. അതൊരു കാരണവശാലും എൻ്റെ മക്കളെ സ്കിപ്പ് ചെയ്യാതിരിക്കുക. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എന്താണ്? ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ. ഈ ഒരു മിസ്റ്റേക്ക്, ഇത് ഏറ്റവും വലിയ മിസ്റ്റേക്കാണ് ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ. കാരണം ലാസ്റ്റ് മിനിറ്റിൽ നമ്മളൊരു കാര്യം പുതിയതായിട്ട് പഠിക്കുമ്പോൾ അവിടെ നമുക്ക് റിവിഷന് സമയം കിട്ടില്ല. റിവിഷൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് മെമ്മറി ഉണ്ടാവില്ല. അപ്പോൾ ഒരു കാരണവശാലും എന്ത് ചെയ്യാതിരിക്കുക? നമ്മൾ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ ചെയ്യാതിരിക്കുക. ഇപ്പോഴാണെങ്കിൽ എൻ്റെ മക്കൾക്ക് എന്താണ് ധാരാളം സമയമുണ്ട് പഠിച്ചെടുക്കാൻ. കാരണം നിങ്ങളുടെ സ്കൂളും കാര്യങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ തുടക്കം മുതലേ കുറച്ച് പഠിക്കുക. അങ്ങനെ കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് എന്താണ് ലാസ്റ്റ് മിനിറ്റിൽ അയ്യോ അത് പഠിച്ചില്ല, ഇത് പഠിച്ചില്ല, റിവിഷൻ ചെയ്തില്ല, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തില്ല, ഈ ടെൻഷൻസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ. അപ്പോൾ അറ്റ്ലീസ്റ്റ് എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? ഈ കാര്യങ്ങളൊക്കെ മിസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ മെമ്മറിയിൽ വെക്കുക. ഈ മിസ്റ്റേക്സ് നിങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, ഞാൻ ഈ മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട്, ഞാൻ ആ മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കമൻറ്റ് ചെയ്യുമ്പോൾ തോന്നുമോ, ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ എന്താ ആദ്യം ചിന്തിക്കുക, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, ഞാൻ മാത്രം എന്താ ഇങ്ങനെ. പക്ഷേ കമൻറ്റ് സെക്ഷൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ മാത്രമല്ല ഈ മിസ്റ്റേക്ക് വരുത്തിയിട്ടുള്ളത്. പക്ഷേ ഇത് നമുക്കിങ്ങനെ കൂട്ടത്തിൽ ആളെ കൂട്ടാൻ വേണ്ടിയിട്ടല്ല. ഈ മിസ്റ്റേക്കുകളൊന്നും നമ്മളിനി ചെയ്യില്ല എന്ന് നമുക്ക് തന്നെ ഒരു ഉറപ്പ് കൊടുക്കുകയാണ്. ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക, ഈ മിസ്റ്റേക്സ് ഒന്നും വരുത്താതിരിക്കുക. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് നമ്മൾ നെക്സ്റ്റ് ഇയർ കുറച്ചുകൂടി അടിപൊളിയായിട്ട് പഠിക്കും എന്നുള്ളൊരു പ്രോമിസ് കൂടി കമൻറ്റ് സെക്ഷനിൽ പറയുകയാണെങ്കിൽ മിസ്സിന് കുറച്ച് സന്തോഷമാവുമായിരുന്നു. മിസ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഇങ്ങനെ സ്ലൈഡും പ്രസൻറ്റേഷനും വീഡിയോ ഒക്കെ ഉണ്ടാക്കി തന്നിട്ട് അതിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഉണ്ടായി യൂസ്ഫുൾ ആയെന്ന് കേൾക്കുമ്പോഴല്ലേ മിസ്സിനൊരു ആശ്വാസമൊക്കെ ഉണ്ടാവുക. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മക്കളൊന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിലൊക്കെ റിവിഷനൊക്കെ ചെയ്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് നല്ലപോലെ കോൺസെപ്റ്റൊക്കെ മനസ്സിലാക്കി ക്ലാരിറ്റി ഒക്കെ വരുത്തി പഠിക്കണം, റിസോഴ്സസ് ഒക്കെ ഉപയോഗിച്ച് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക. നമ്മുടെ എക്സാമിനർ ബാച്ചസിൽ ഞങ്ങളെല്ലാവരും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അടിപൊളിയായിട്ട് പഠിക്കാം. ഓക്കെ.